അപ്പൊ ദാ വൈകുന്നേരത്തെ മുറ്റം അടിക്കലും ഗാർഡൻ നനയ്ക്കലും ഒക്കെ തിരക്കിലാണ്. ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല ട്ടോ. കുറച്ച് ചട്ടി, കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ളൂ. അപ്പൊ എന്റെ കൂടെ ദേവൂട്ടനും കൂടിട്ടോ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഉഴുന്നുദോശ വെച്ചിട്ടാണ് ചെയ്യണത്. ദോശ ആദ്യം നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള, ഒരു സവാളയാണ് അത് ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി വരുമ്പോൾ നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മുഴുവനായിട്ട് ചിക്കൻ മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ദോശ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പൊ ദോശയുടെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. ആ മസാലയൊക്കെ ദോശയിലേക്ക് പിടിക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളറായിട്ട് മാറും. എന്നിട്ട് ഇതാ നടുവിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നല്ലേ, നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ആണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കി ചിക്കി എടുക്കുക. അപ്പോൾ മല്ലിയില കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ദോശ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ മോൻ കണ്ണൻ സ്കൂൾ ഇട്ടിട്ട് വരുമ്പോ അമ്മ വിശക്കണു വല്ലതും തരണേ പറഞ്ഞിട്ടാ വരിക കേട്ടോ. അപ്പൊ അവന് കൊടുക്കാൻ വേണ്ടി ദോശ നൂഡിൽസ് റെഡി. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ കുറച്ച് പൊക്കവടയും കൂടി കിട്ടിട്ടോ. അപ്പൊ അവ ഹാപ്പി ആയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം. ബൈ.